നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും ലോകകപ്പിൽ മുന്നോട്ട്. ക്രൊയേഷ്യയും ലൂക്ക മോഡ്രിച്ചും നാട്ടിലേക്ക് മടങ്ങും. ഇന്ന് നടന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ പോർച്ചുഗൽ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യയെ തോൽപ്പിച്ചു. അത്യന്തം നാടകീയമായ മത്സരത്തിൽ അവസാന നിമിഷം ക്രൊയേഷ്യ അടിച്ച ഗോൾ വാർ ചെക്കിലൂടെ റഫറി ഓഫ് സൈഡായി വിധിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ മത്സരം സമനിലയിൽ അവസാനിച്ചേനെ. എന്തായാലും മോഡ്രിച്ചും ക്രൊയേഷ്യയും ഒട്ടും തൃപ്തരായല്ല മൈതാനത്ത് നിന്ന് മടങ്ങിയത്. പോർച്ചുഗൽ 1-2 ഗോളുകൾക്ക് ജയിച്ചിരിക്കുന്നു. കളിയിൽ തീർച്ചയായിട്ടും ക്രൊയേഷ്യ കൗണ്ടർ അറ്റാക്കുകൾ ഒരുപാട് നടത്തി. ആക്രമണ ഫുട്ബോളാണ് ക്രൊയേഷ്യ കളിച്ചത്. അതേസമയം പോർച്ചുഗൽ പൊസഷൻ ഫുട്ബോൾ, പന്ത് കയ്യിൽ വെച്ചുകൊണ്ടുള്ള കളിയായിരുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ അടിക്കാനായില്ല. ആക്രമണങ്ങളും ചെറുത്തുനിൽപ്പും ധാരാളം കണ്ട മത്സരത്തിൽ ധാരാളം കണ്ട പകുതിയിൽ ക്രൊയേഷ്യ കുറച്ച് മുന്നിട്ട് നിന്നു. നന്നായിട്ട് ആക്രമിച്ച് കളിച്ചു ക്രൊയേഷ്യ. പക്ഷേ പോർച്ചുഗൽ വളരെ ഫലപ്രദമായി ചെറുത്തു നിന്നു. എന്തായാലും രണ്ടാമത്തെ പകുതിയുടെ 53-ാമത്തെ മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തി. നല്ലൊരു ഗോളായിരുന്നു പെരിസിച്ചിൻ്റെ. അങ്ങനെ ക്രൊയേഷ്യ മുന്നിലെത്തി. എന്നാൽ 15 മിനിറ്റിന് ശേഷം 68-ാമത്തെ മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി പോർച്ചുഗലിൻ്റെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പിഴവും വരുത്താതെ ഗോളടിച്ചു. അങ്ങനെ പോർച്ചുഗൽ ക്രൊയേഷ്യക്കൊപ്പമെത്തി. പിന്നീട് 90 മിനിറ്റ് സാധാരണ സമയം മുഴുവൻ ഇരു ടീമുകളും ശക്തമായി ശ്രമിച്ചു രണ്ടാമത്തെ ഗോളടിക്കാൻ. പക്ഷെ കഴിഞ്ഞില്ല. ഒടുക്കം ഇഞ്ചുറി ടൈമിൻ്റെ 90 മിനിറ്റ് കഴിഞ്ഞുള്ള ഇഞ്ചുറി ടൈമിൻ്റെ 4-ാമത്തെ മിനിറ്റിൽ റാമോസ് പോർച്ചുഗലിനെ മുന്നിലെത്തിച്ചു. 2-1 അത്യുഗ്രൻ ഹെഡറായിരുന്നു റാമോസിൻ്റെ. അത്യുഗ്രൻ ഗോളായിരുന്നു. അങ്ങനെ പോർച്ചുഗൽ 2-1 മുന്നിലെത്തുകയും കളിയിൽ ആധിപത്യം നേടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം ഇഞ്ചുറി ടൈമിൻ്റെ 12-ാമത്തെ മിനിറ്റിൽ ക്രൊയേഷ്യ ഗോളടിച്ചു. പക്ഷേ അത് പോർച്ചുഗൽ ഡിഫൻഡറുടെ ശരീരത്തിൽ തട്ടിയാണ് പന്ത് വലയിൽ വീണതെങ്കിലും റഫറി വാർ ചെക്കിലൂടെ അത് ഓഫ് സൈഡാണെന്ന് വിളിച്ചു. അതോടെ പോർച്ചുഗലിന് നാടകീയ ജയം, അത്യന്തം നാടകീയ ജയം എന്ന് തന്നെ പറയണം. മോഡ്രിച്ചും ക്രൊയേഷ്യയും ഒട്ടും തൃപ്തിയില്ലാതെ മൈതാനം വിടുന്ന കാഴ്ചയായി. എന്തായാലും ഇനി പോർച്ചുഗൽ റൗണ്ട് ഓഫ് 16 കളിക്കും. ക്രൊയേഷ്യ മടങ്ങുന്നു.